പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗിന് കഴിയുന്ന സാജു ബ്രദർ, പാസ്റ്റർ, അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടേതായ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലത്തെ ആ മെയിൻ ടോപ്പിക്ക്, അതിൻ്റെ കാര്യങ്ങൾ സാജു ബ്രദർ നമ്മളെ ഓർപ്പിച്ചു. നമ്മൾ ആ പ്രാർത്ഥനയുടെ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആകണമെങ്കിൽ നമുക്ക് ആ അവസാനത്തെ ആ സെക്ഷനും കൂടെ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് എനിക്കത് അത്ര ഇമ്പോർട്ടൻസ് നേരത്തെ തോന്നിയില്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി തന്നപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് യഥാർത്ഥമായി മനസ്സിലായത്. അതിനുവേണ്ടി മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അതിനകത്ത് സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ പരീക്ഷയെ കടക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തുന്നത്. ഫോർ ദൈൻ ഈസ് ദ കിങ്ഡം ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി ഫോർ എവർ, ആമേൻ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ്. ഇത് ശരിക്കും നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. അടിയനെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പർട്ടിക്കുലറായിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠനം പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പാറ്റേണിനേക്കാളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് ഈ പ്രാർത്ഥനയുടെ പുറകിലുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. അതുപോലെ തന്നെ അതിൻ്റെ ആഴത്തിലുള്ള ആശയങ്ങൾ യഥാർത്ഥമായി നമ്മൾ ഗ്രഹിക്കാൻ ഉള്ള ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. അതിൻ്റെ ഓരോ ഡീപ്പായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ വളരെ ആശയം ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥനയുടെ അവസാനം നമുക്കിങ്ങനെ കാണാൻ പറ്റും. For thine is the kingdom, for yours is the kingdom and the power and the glory forever. Amen. Hallelujah. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഇതിനകത്തോട്ട് കിടക്കാം. നമ്മുടെ കൊച്ചിയിൽ ഒരു ഹിൽ പാലസ് എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഇല്ലേ, കൊച്ചിയിൽ ചിലരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പോയ സമയത്ത് ആ ഹിൽ പാലസിൽ ഈ കൊച്ചി രാജവംശത്തിന് ഏകദേശം 1500 മുതൽ ഈ പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണവരെങ്ങാണ്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 500 വർഷത്തോളം അത് എക്സിസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ ബൈബിളിൽ നമ്മൾ ബാബിലോണിന്റെയും അതുപോലെ തന്നെ ഓരോ കോരശിന്റെ ഒക്കെ സാമ്രാജ്യങ്ങള്, പാഴ്സി സാമ്രാജ്യം, അങ്ങനെ പല സാമ്രാജ്യങ്ങളുടെ ഒരു പീരീഡൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ അവിടെ മ്യൂസിയത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓർക്കണം. നമ്മളിപ്പം 2025 100 വർഷമെങ്കിലും ആണെങ്കിൽ 2047. അതായത് ഇന്ത്യ എന്ന നമ്മൾ ഏറ്റവും ഭയങ്കരമായ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് നമ്മൾ കൊള്ളുന്ന കാര്യമൊക്കെ ശരിയാണ്. ബട്ട് ഇവൻ 100 വർഷം പോലും ആയിട്ടില്ല. അത് ആ ഇന്ത്യ എന്നുള്ളൊരു യഥാർത്ഥമായ ഇപ്പോഴത്തെ ഒരു നിലയിലുള്ള അതിന് 100 വർഷം പോലും ആയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ജസ്റ്റ് മറ്റൊരു ചെറിയ രാജ്യമാണ്, പക്ഷേ ഈ ചെറുതോ വലുതോ വട്ടവർ,
ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് മാത്രം ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. അപ്പൊ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ 500 വർഷം മുമ്പ് അല്ലെങ്കിൽ 400 വർഷമൊക്കെ മുമ്പുള്ള ആ രാജസമയത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഭരണ സമയത്തെ പല രാജകൽപ്പനകളും ഡോക്യുമെന്റഡ് ആയിട്ട് അവിടെ കിടക്കുന്നതാണ്. ഇന്ന് അതിനൊരു കടലാസിന്റെ വിലയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നിയമപരമായിട്ട് ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഒരിക്കലും ഇങ്ങനെ നടന്നു, ഒരു ഹിസ്റ്ററിയുടെ ഒരു പാർട്ട് മാത്രമായി തീർന്നു. ഹല്ലേലൂയ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉണ്ട്. നമ്മൾ ഈ ആയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഇന്ത്യ മഹാരാജ്യം അടുത്ത ഒരു വർഷത്തിന് ശേഷം എന്തായിരിക്കും എന്ന് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും ഏറ്റവും വലിയ ബൈബിളിന്റെ ഹിസ്റ്ററി പ്രകാരം ഏറ്റവും വലിയ ആ തലയോട് ഉപമിച്ചിരിക്കുന്ന വലിയ ചക്രവർത്തി ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ. അപ്പോ സ്വപ്നം കണ്ട സമയത്ത്, അല്ലെങ്കിൽ ദാനിയേലിന്റെ ആ സ്വപ്നം ദാനിയേൽ അത് സ്വപ്നം ദാനിയേൽ വിവരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ടോപ്പായിരിക്കുന്ന ആൾ പോലും ദൈവത്തിന്റെ കിങ്ഡമാണ് ഹല്ലേലൂയ എന്നും നിലനിൽക്കുന്നത് എന്ന് ആ ഒരു സാമ്രാജ്യത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒക്കെ നമ്മുടെ കാലിന്, അതായത് ആ ബിംബത്തിന്റെ കാലിന്റെ കമ്പാരിസണിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതും യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ വളരെ അറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ട്രംപിന്റെ ഓരോ തമാശകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനീസ് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ 5000 വർഷമായിട്ട് ഞങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയാണ്, അപ്പൊ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ നോക്കല്ലേ എന്ന് പുള്ളി ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. ട്രംപിന് അത് മനസ്സിലാകാത്ത പ്രശ്നമായിരിക്കും. അപ്പോൾ ബൈബിളിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, സെക്യുലർ ആയിട്ടുള്ള ഹിസ്റ്ററി ആണെങ്കിൽ ഈജിപ്തിന്റെ ഹിസ്റ്ററി ഒക്കെ റെക്കോർഡ് ഏകദേശം 4000 വർഷത്തോളം റെക്കോർഡാണ്. സെക്യുലർ രീതിയിൽ തന്നെയുണ്ട്. ബൈബിളിൽ ഒരു ഹിസ്റ്ററി പുസ്തകം എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹിസ്റ്ററി. ഹല്ലേലൂയ. അപ്പോ ഈ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വിഷയം നമ്മുടെ അപ്പനോട് നമ്മളത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവന്റെ രാജ്യത്വമുണ്ടല്ലോ, ഈ പറയുന്ന പല രാജ്യങ്ങളും അല്ലെങ്കിൽ രാജ്യത്വങ്ങളും കുറച്ച് വർഷം കഴിയുമ്പോൾ അതിന്റെ പരിപാടിക്ക് ഒരു പേപ്പർ വില പോലും ഇല്ലാത്ത അവസ്ഥ വരും. പക്ഷെ എൻ്റെ ദൈവം, നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആരുടെ മേലാണോ, ആരോടാണോ ചോദിച്ചത്, അവന്റെ കിങ്ഡം ഉണ്ടല്ലോ, അത് ഒരിക്കലും, അതുകൊണ്ടാണ് അത് എഴുതിയേക്കുന്നത്, ഫോർ ദൈൻ ഈസ് ദ കിങ്ഡം, പവർ ആൻഡ് ഗ്ലോറി ഫോർ എവർ. ആമേൻ. ഇത് മറക്കല്ല, ഈ കാര്യം മറക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു ഹല്ലേലൂയ ഒരു കുറച്ച് നാൾ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ശക്തിയോടല്ല, ഒരു കുറച്ച് നാൾ മാത്രം പവറിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റിനോടല്ല. ഹല്ലേലൂയ. അവനാ അന്നും ഉള്ളത്, ഇന്നും ഉള്ളത്, ഇനിയുള്ളത്. ഹല്ലേലൂയ. അവന്റെ അടുത്താണ് ഹല്ലേലൂയ നമ്മൾ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യുന്നുള്ള ബോധം ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മുടെ ശരിക്കും അത് വേണം. ഹല്ലേലൂയ. ഒരിക്കലും 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 തകരാത്ത സാമ്രാജ്യത്തിന്റെ സിറ്റിസനായി യെസ് പ്രാർത്ഥന തുടങ്ങിയിട്ട് നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരയണമേ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ആ രാജ്യത്തിന്റെ കേസ് നമ്മൾ ഇപ്പം തന്നെ ആ രാജ്യത്തിന്റെ അംഗമായി, അതായത് ഇപ്പം തന്നെ നമ്മൾ തീർന്നിരിക്കണം. അതിന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു യേശു വരുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങളിലോ മില്ലേനിയം കിങ്ഡോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഇപ്പം നമ്മൾ സിറ്റിസൺ അല്ലെങ്കിൽ അപ്പോഴും അല്ല. ദാറ്റ്സ് ഇറ്റ്. ഹല്ലേലൂയ. ജീസസ് ഹല്ലേലൂയ. അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ അത്രയും നാൾ തരികിടയൊക്കെ നടത്തിയിട്ട് അങ്ങ് പോകുന്നു, അങ്ങൊന്നും ചിന്തിക്കുകയേ വേണ്ട. അതൊക്കെ തെറ്റാ, ബൈബിളിൽ അറിയില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. ഇപ്പോൾ നമ്മൾ യഥാർത്ഥമായ ജീവനിലാണോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെയും ജീവനിലായിരിക്കും. ഇപ്പോൾ നമ്മൾ മരിച്ച അവസ്ഥയാണോ, നമ്മൾ എന്നേക്കുമായി അല്ലെങ്കിൽ സാത്താന്റെ കൂടെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള കേസ്. ഹല്ലേലൂയ.
അപ്പോൾ എത്രയും പെട്ടെന്ന് ജീവന്റെ ആ രാജ്യത്വം ഹല്ലേലൂയ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അമേൻ നമ്മൾ ഏത് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വളരെ വ്യക്തമായി അറിയേണ്ട ഹല്ലേലൂയ ആ രാജ്യത്വം ഒരിക്കലും അമേൻ തകരാത്ത രാജ്യത്വം, ഒരിക്കൽ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ നാമം, ഇത്രയും കാര്യം ഉള്ളവനോട് നമ്മൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ശരിക്കും 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 നമ്മളങ്ങ് ശരിക്കും എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വെറുതെ ഒരു തമാശ രീതിയിലൊന്നും അല്ല. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഭയങ്കര വെയിറ്റേജ് ഉണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു അപേക്ഷ, അതായത് ശ്രദ്ധിക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, നമ്മൾക്ക് ഭയങ്കര പ്രത്യാശയായിരിക്കും, പ്രതീക്ഷയായിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ രാജ്യത്വം, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയൊക്കെ കുറച്ച് വർഷങ്ങൾ മാത്രം വലിക്കുമ്പോൾ, ഫോർ thine is the kingdom, power and glory forever. എന്നും ഉള്ളവൻ, എന്നും നിലനിൽക്കുന്നവൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞ, അവൻ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്രൂവ്ഡ്. തരും എന്ന് പറഞ്ഞാൽ തരും. ഹല്ലേലൂയ. തരില്ല എന്ന് പറഞ്ഞാൽ തരത്തുമില്ല. ഹല്ലേലൂയ. അവന്റെ ഒരു വാക്ക്, ഹല്ലേലൂയ, അവന്റെ ഒരു വാക്ക്, അവന്റെ ഒരു ആമേൻ ഹല്ലേലൂയ, ഒരു 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 സ്വരം നമ്മൾ കേട്ടാൽ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വിശ്വാസ കണ്ണാൽ അത് കാണാൻ പറ്റണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ യഥാർത്ഥമായ ഫുൾഫിൽമെന്റിലോട്ട് എത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഈ കാര്യം നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. ഇനി ഈ പറഞ്ഞ വാക്യത്തിന്റെ യഥാർത്ഥമായ പ്രാക്ടിക്കൽ വശത്തിലോട്ട് നമുക്ക് കടക്കേണ്ടതുണ്ട്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതുപോലെ പല പ്രിൻസിപ്പിൾസ്, ഓരോ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് വളരെ വ്യക്തമായി നമുക്ക് അറിയേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എന്ത് ആവശ്യം വന്നാലും, നമ്മുടെ മുമ്പിൽ എന്ത് കാര്യം വന്നാലും, നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത് ഒരൊറ്റ സിസ്റ്റമാണ്, ഒറ്റ ആളാണ്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6:40 എഴുതിയ, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേൻ. അപ്പൊ നമ്മൾക്ക് എന്ത് ആവശ്യം വന്നെങ്കിലും, ഹല്ലേലൂയ, ആരെ നോക്കണ്ടേ? പുത്രനെ നോക്കണ്ടേ. മാത്രമല്ല, ഈ നോക്കുന്ന പുത്രൻ ഈ കാര്യത്തിന് ആമേൻ മതിയായവനാണെന്ന് ശരിക്കും വിശ്വസിക്കണം. ഹി നോസ് എവരിത്തിങ്, ഹി ഹാസ് എവരിത്തിങ്, ഹല്ലേലൂയ, ഹി ക്യാൻ ഡു എവരിത്തിങ്. ഹല്ലേലൂയ. ഈ കാര്യം മറന്നു പോകരുത്. ഇനി പുത്രനെ ഇപ്പം നമുക്കൊരു ആവശ്യം വന്നു. ഞാൻ അതിനകത്തൊരു പ്രാക്ടിക്കൽ വശം കൂടി പറയാം. നമുക്കൊരു ആവശ്യം വന്നു. ആവശ്യം വന്നപ്പോൾ പുത്രനെ നോക്കാതെ നമ്മൾ ബാക്കി എന്തെങ്കിലും സിസ്റ്റത്തിൽ നോക്കിയാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിത്യജീവൻ വരെ ത്രട്ടാ. കാരണം ഇവിടെ എന്താ എഴുതിയിരിക്കണേ? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നൽകണമെന്നാവുന്നു പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ നമുക്കൊരു ആവശ്യം വന്നു, എന്തെങ്കിലും ആവശ്യമാട്ടെ, ആത്മീയമോ ഭൗതികമോ എന്തെങ്കിലും ആവശ്യം വന്നോട്ടെ. അപ്പോൾ ഉടൻ തന്നെ പുത്രനെ നോക്കാതെ നമ്മൾ വേറെ ഏതെങ്കിലും മനുഷ്യനെ നോക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആശ്രയിക്കുകയോ ചെയ്യുമ്പോൾ വേറൊരു നിത്യജീവന്റെ രീതിയിലൊരു ത്രെട്ട് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, പുത്രനെ നോക്കേണ്ട സമയത്ത് പുത്രനെ നോക്കാതെ വേറെ മനുഷ്യരിലും മനുഷ്യപുത്രനിലും ആശ്രയിക്കുമ്പോൾ നിത്യജീവൻ കൂടാണ് ഒരു വിശ്വാസി ശരിക്കും പറഞ്ഞാൽ പണയം വെക്കണേ എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. ഒരുപക്ഷെ പിന്നീട് അത് മാനസാന്തരപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയമായ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിക്കും. തിരിച്ച് നമ്മൾ യഥാർത്ഥമായ ദൈവത്തിന്റെ മുമ്പിൽ കൺഫസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. അപ്പോൾ നമുക്കത് ഏറ്റുപറഞ്ഞ് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് there are many things, there are many options to depend on, or അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും
ഒരു കാര്യത്തിന് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പുത്രൻ പറയാതെ, പുത്രന്റെ ഒരു രീതിയിലല്ലാതെ ഓപ്ഷൻസ് എടുത്താൽ ബിബ്ലിക്കലി അത് നിത്യജീവന് വരും ത്രട്ടാണ് ആക്ച്വലി. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇച്ചിരി കഠിന ഉപദേശം എന്ന് പറയും. പക്ഷേ കഠിന ഉപദേശമാണ്. പക്ഷേ അത് മനസ്സിലാക്കിയാൽ അതിൻ്റെ റീസണിങ് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ ഉടൻ തന്നെ വരാം. ഹല്ലേലൂയ. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, യേശുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ നടക്കേണ്ടുന്ന വഴി 32 സങ്കീർത്തനത്തിൽ ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു, അല്ലെങ്കിൽ ഞാൻ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. അപ്പം നടക്കേണ്ടുന്ന വഴി ശരിക്കും പറഞ്ഞാൽ ദൈവം കാണിച്ചു തരണം. അങ്ങനെയാണല്ലോ അത് ശരിക്കും നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ. അതായത് ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ. അതായത് ഞാൻ ഏതെങ്കിലും ഒരു വഴി യഥാർത്ഥമായിട്ട് നടക്കുവാണെങ്കിൽ അത് കാണിച്ചു തരുന്ന ആള് ദൈവമായിരിക്കണം. ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ദൈവത്തിൻ്റെ ടീച്ചിങ് പ്രകാരമുള്ള വഴിയാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വഴി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട്, എൻ്റെ ആശയം വെച്ചിട്ട്, എൻ്റെ അറിവ് വെച്ചിട്ട്, എൻ്റെ ഓപ്ഷൻസ് വെച്ചിട്ട്, എൻ്റെ ബുദ്ധി വെച്ചിട്ട് ഞാനൊരു വഴി തിരഞ്ഞെടുത്ത് അതിനകത്തോട്ട് പോകുമ്പോൾ അതൊരിക്കലും ദൈവത്തിൻ്റെ വഴിയല്ല. അത് എൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ വഴിയല്ല, അത് എൻ്റെ വഴി. ഞാൻ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വഴിയാണത്. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ കൂടിയും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് വളരെ കറക്റ്റായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടെ സ്പെസിഫിക്കലി പറഞ്ഞാൽ, ഞാനൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ദൈവം എന്നോട് ഇടപെട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം പറഞ്ഞതനുസരിച്ച് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നു, പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒത്തിരി പരിഹാസവും കേട്ടിട്ടുണ്ട്. ഇവനോട് മാത്രമാണ് ദൈവം സംസാരിക്കുള്ളൂ, ഇവനോട് എങ്ങനെയാണ് സംസാരിക്കണേ, അപ്പോൾ ഇവൻ്റെ ചിന്തയാണോ, അതായത് ജസ്റ്റ് മനസ്സിൽ തോന്നുന്നതായിരിക്കില്ലേ, ദൈവമാണോ? അങ്ങനെയൊക്കെ പല സംഭാഷണങ്ങളും എൻ്റെ വളരെ പ്രിയപ്പെട്ടവർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ അതിന് ബൈബിൾ എന്താണ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഡെഫിനിഷൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തി അറിഞ്ഞിരിക്കണം. അതിലോട്ട് ഞാൻ പോകാം. എന്താണ് ഉറപ്പ്, ഇത് ദൈവത്തിൻ്റെ ആണോ, അല്ലെങ്കിൽ നിന്റെ തന്നെ തലയിൽ തോന്നുന്നതാണോ എന്നൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു വ്യക്തത നമുക്ക് കിട്ടാൻ വ്യക്തമായ ഡെഫിനിഷൻ ബൈബിളിലുണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ബൈബിളിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അങ്ങോട്ട് തീരും. അപ്പോൾ ആ ഒരു പോയിന്റിലോട്ട് ഞാൻ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. നമ്മൾ ഈ പ്രാർത്ഥന, ഞാൻ പറഞ്ഞല്ലോ, എന്താവശ്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥന കഴിക്കുമ്പോൾ ഈ പറഞ്ഞ, അതായത് ആ ചോദിച്ചവൻ്റെ കിങ്ഡം ഇറ്റ്സ് ഫോർ എവർ. ചോദിച്ചതിൻ്റെ പവറാണ് ഏറ്റവും വലിയ പവർ. ഒരു രാജ്യത്തിൻ്റെയോ ഒരു മിലിറ്ററിയുടെയോ ഒരു സാമ്പത്തിക സിസ്റ്റത്തിൻ്റെയോ ഒക്കെ പവറിൻ്റെ അപ്പുറമുള്ള പവറുള്ള ആളോടാണ് നമ്മൾ ഈ പ്രാർത്ഥന വെച്ചത്. ഹല്ലേലൂയ. അവൻ്റെ നാമമാണ് ഏറ്റവും വലിയ നാമം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള അതിനകത്ത് ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. കുറച്ച് പ്രിൻസിപ്പിൾ വളരെ വ്യക്തമായിട്ട് അടങ്ങിയിരിക്കുന്നത്. കാരണം ഈ യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകിച്ച് 15-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിലൊക്കെ അതായത് അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം നമുക്ക് എന്ത് ഇച്ഛിച്ചാലും അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കാവോ? ചോദിക്കണതിന് പ്രശ്നമില്ല. പക്ഷേ ശരിക്കും ആ ചോദിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇച്ഛിക്കുന്നതും നമുക്ക് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ബൈബിൾ പ്രകാരം നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ പണിയപ്പെട്ടു വരുമ്പോൾ, കുറച്ചുകൂടെ നമ്മൾ മനസ്സിലായി വരുമ്പോൾ, നമുക്ക് എന്തും ഇച്ഛിക്കാനോ അല്ലെങ്കിൽ എന്തും ചോദിക്കാനൊന്നും പറ്റത്തില്ല. അതിന് ഒരു വ്യക്തമായൊരു ഡെഫിനിഷനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം നോക്കാം. നമ്മുടെ മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 16-ന്റെ-24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ.
ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ ആ, കളയും. മതി മതി. അപ്പൊ ഈ വാക്യം ഞാൻ പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നതാണ്. ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആരെങ്കിലും യേശുവിനെ പിൻപറ്റാൻ ഇച്ഛിച്ചാൽ ആദ്യം തന്നെ അവൻ തന്നെത്താൻ ത്യജിക്കേണ്ടതിരിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം എന്ന് പറയുന്നത്, അവന് യഥാർത്ഥമായി ഒരു ഒരു താല്പര്യത്തോടെയോ ഒരു കാര്യത്തോടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കൊരു വിശ്വാസിക്ക്. ആ വിശ്വാസി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിൽ നിന്ന് വ്യക്തമായ കൽപ്പന കിട്ടിയിട്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കിട്ടണം, വ്യക്തമായ ടീച്ചിങ് കിട്ടണം. അതായത് നടക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരുന്നവരാണ്. ഇത് അതല്ല നമ്മളായിട്ടൊരു വഴി എടുത്താൽ ഉള്ള പ്രശ്നം എന്നാ പറയുന്നത്, അത് നമ്മുടെ വഴിയാ. അപ്പൊ വേറെ ഒരു പ്രശ്നം എന്താ ഇവിടെ വരുന്നത്? ഇപ്പൊ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളിപ്പോൾ യേശുവിനെ എല്ലാം വിട്ടിട്ടല്ല അനുഗമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിലാണ് നമ്മൾ ആ ഒരു താല്പര്യത്തിലാണ് സ്റ്റെപ്പുകൾ എടുക്കുന്നത്. അതിന് പ്രശ്നമുണ്ട്, ബിബ്ലിക്കലി പ്രശ്നമുണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത് യേശുവിനെ പിൻപറ്റ, യേശു എന്താ പറഞ്ഞേ, തന്നെത്താൻ ത്യജിച്ച്, അതായത് സ്വന്തം വഴി ഉണ്ടാക്കല്ല. യു ഹാവ് ടു വെയിറ്റ്. അതുകൊണ്ട് ദാവീദൊക്കെ ദൈവത്തോട് വെയിറ്റ് ചെയ്തതാണ്. 25-ാം സങ്കീർത്തനമൊക്കെ അത് ശരിക്കും, അതായത് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വെയിറ്റ് ചെയ്ത് ദൈവം പറയുന്നത് കിട്ടണം. ഹല്ലേലൂയ. നമ്മൾ സ്വന്തമായിട്ട് ഒരു ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കാര്യമോ നമ്മൾ ഐഡിയ ഇട്ടാത്മാവിന്റെ വ്യക്തമായ നിർദ്ദേശമില്ലാതെ, ഞാൻ പറയുന്നു, വ്യക്തമായ നിർദ്ദേശമില്ലാതെ നമ്മുടെ സ്വന്തം ഐഡിയ പ്രകാരം ചെയ്യുന്നതൊക്കെ നമ്മുടെ വഴിയാണ്. അതൊരിക്കലും ഒരു വിശ്വാസി ആയിക്കോട്ടെ, ആത്മാവുള്ള വ്യക്തി ആയിക്കോട്ടെ, ആത്മാവുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആത്മാവിന്റെ സഹായമില്ലാതെ അവന്റെ മാനുഷിക സഹായത്തിൽ, മാനുഷിക ബുദ്ധിയിൽ അവൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും, സുവിശേഷ പ്രവർത്തനമാണെങ്കിൽ പോലും, ഒരുത്തരോട് സുവിശേഷം പറയുന്നതാണെങ്കിൽ പോലും, കാരണം അവൻ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന്, യെസ് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ അറിയുന്ന പരിശുദ്ധാത്മാവ് പറയുന്നത് തന്നെ പറയണം, എന്നാലാണ് അതിന്റെ കാര്യം നടക്കുള്ളൂ. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നതാണ് എന്ത് കാര്യമായിക്കോട്ടെ, ദൈവത്തിന്റെ തന്നെ കാര്യമായിക്കോട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും. അത് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് പരിപൂർണമായി ഒഴിവാകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇച്ഛിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെത്താൻ ത്യജിക്കുക, ക്രൂശ് എടുക്കുക. അപ്പോ ക്രൂശ് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ചിലരുടെ ഒരു പ്രശ്നമുണ്ട്. യേശുവിന്റെ സന്നിധി വരുമ്പം ഇവരെ ഏൽപ്പിച്ച പല റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഈ റെസ്പോൺസിബിലിറ്റിയെയും കൂടി വിട്ടേച്ച് യേശുവിനെ അനുഗമിക്കാൻ യേശു പറഞ്ഞിട്ടില്ല. അയാളെ ഏൽപ്പിച്ച ക്രൂശ് അയാൾ എടുത്തുകൊണ്ട് വരണം. യേശു പക്ഷേ അത് ഫിക്സ് ചെയ്തിട്ട് എങ്ങനെ, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു പറഞ്ഞു തരണം. അപ്പോഴാണ് അതിന്റെ കാര്യം നേടുന്നത്. യേശുവിനെ പുത്രനെ നോക്കുക, അവനെ വിശ്വസിക്കുക. ഹി ഹാസ് എവരിതിങ്. അല്ലെങ്കിൽ യേശു തന്നെ പറഞ്ഞ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ ഇറ്റ് ഈസ് വിത്ത് മീ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ അവനോടെ സംസാരിക്കുന്നത്, അവന്റെ സന്നിധിയിലാണ് നമ്മുടെ ആവശ്യങ്ങൾ വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് ആക്ച്വലി ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ച്. ഒന്ന് ക്രൂശ്, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മുടെ ആവശ്യമാണ്, വളരെ റെസ്പോൺസിബിൾ. വി കനോട്ട് സിംപിളി ഇഗ്നോർ ഇറ്റ്. ദൈവം ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ച, പറഞ്ഞ, ചെയ്ത, അല്ലെങ്കിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നമ്മളത് യേശുവിൻ്റെ അടുത്തോണ്ട് ചെന്ന് അതിന് സോൾവ് ചെയ്ത് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് ഡെലിവറി ചെയ്തോണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. അത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ ഹല്ലേലൂയ, യേശുവിനെ ഫോളോ ചെയ്യാൻ വേണ്ടി അവൻ എന്താ പറഞ്ഞ്, തന്നെത്താൻ ത്യജിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്വന്തം വഴി ഉണ്ടാക്കല്ലേ, നമ്മൾ സ്വന്തം പ്ലാൻ ഇടല്ലേ, അത് പ്രശ്നമാണ്. അത് ഹല്ലേലൂയ. നിനക്ക് തന്നെ നീ ബുദ്ധിമാനെന്ന് തോന്നരുത്. ഏറ്റവും വലിയ ബുദ്ധിമാനാണ് എഴുതിയേക്കണേ. നിനക്ക് തന്നെ ബുദ്ധിമാനെന്ന് തോന്നരുത്. യെസ്, ദൈവത്തെ ഭയപ്പെട്ട്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടു മാറുക എന്നാണ് എഴുതിയേക്കണേ. ആരെങ്കിലും അത് അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ ഒരു പ്ലാൻ ഇട്ട് സംഭവം ചെയ്യുമ്പോൾ പക്ക ദോഷമാണ് ദൈവത്തിന് മുമ്പിൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ റിപ്പീറ്റഡ്ലി പറയുമ്പോൾ എന്നാൽ പിന്നെ എന്താണ് ഈ ദൈവത്തിന്റെ സിസ്റ്റം എന്ന് നമുക്കൊരു സംശയം തോന്നും. ഹല്ലേലൂയ. ഒരു കാര്യം ഷുവർ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഡയറക്ഷനിൽ നമ്മൾ നടക്കുള്ളൂ, ഏത് വ്യക്തിയാണെങ്കിലും. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ബൈബിൾ നമുക്ക് വായിക്കാം. ബൈബിൾ വായിച്ചാലും
ബൈബിളിനകത്ത് എന്താണ് ദൈവം നമ്മളോട് യഥാർത്ഥമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, യഥാർത്ഥമായി നമ്മളെ മനസ്സിലാക്കി തരുന്ന, ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശരിക്കും പ്രസൻസ്, ശരിക്കും കൺട്രോള്, ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മൾ ബൈബിൾ പോലും മനസ്സിലാക്കുന്നത് തെറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ ശരിയായിട്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു അംശം മാത്രമേ സത്യം കിട്ടുള്ളൂ, ബാക്കി കൂടുതൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫംഗ്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ മാറുന്ന ആ ഒരു കാര്യത്തിന്, അതായത് ദൈവം നമ്മളോട് ഇടപെടണം, അല്ലെങ്കിൽ ദൈവം ഇടപെടുന്നത് നമുക്ക് എങ്ങനെയാണ്, അതെങ്ങനെ മനസ്സിലാവും, നമ്മുടെ സ്വന്തം ചിന്തയിൽ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നതാണോ, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ ഒരു കാര്യം ഒരു ഒരു എക്സാമ്പിളിൽ കൂടെ ഞാനത് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി 1 ശമൂവേൽ 16 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 1 ശമൂവേൽ 16 1 മുതൽ 7 വാക്യം വരെ വായിക്കാം. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന്റെ ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ എലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. മതി. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്കൊക്കെ സുപരിചിതമായ വേദഭാഗമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാനോ ഹിസ്റ്ററി പറയാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം ഈ ഭാഗങ്ങൾ, ഈ ഒരു നമ്മളോടിപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് കുറച്ച് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഞാൻ ഞാൻ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം 16 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ തന്നെ തുടങ്ങുന്നു. അനന്തരം യഹോവ ശൗമേലിനോട്. ഇവിടെ യഹോവ ശൗമേലിനോട് വ്യക്തമായി ഒരു കാര്യം സംസാരിക്കുന്നു. എന്താണ്? ശൗമേലിന്റെ ദുഃഖം യഹോവയ്ക്ക് മനസ്സിലായിട്ട് നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിനുശേഷം, അതായത് കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഹിസ്റ്ററി നിങ്ങൾ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്ത് സംഭവിച്ചെന്നൊക്കെ അറിയാവുന്ന. യഹോവ ശൗമേലിനോട് വ്യക്തമായ ഒരു കാര്യം പറയുന്നു. ശൗമേലിന് മനസ്സിലായത്, വ്യക്തമായി മനസ്സിലായി. അപ്പോൾ ശൗമേൽ ഉടൻ തന്നെ തിരിച്ചു ചോദിക്കുക, ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശൗൽ എന്നെ കൊല്ലും. അപ്പം പിന്നെ യഹോവ അതിൻ്റെ സൊല്യൂഷനും പറയാ, യാഗം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് നീ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം 3-ാം വാക്യം ശ്രദ്ധിച്ചേ. ഇശായി യാഗത്തിന് ക്ഷണിക്കുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്ക് അഭിഷേകം ചെയ്യണം. അപ്പോൾ ശൗമേലും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് നിന്നു. അതായത് ഇനി ബാക്കി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ ശൗമേൽ ഇത്രയും പണി ചെയ്യണം. അതായത് ഇവിടുന്ന് ശൗമേൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് യാഗത്തിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് പോയി ഇശായിയുടെ ആ ബേത്ലഹേമിൽ ചെന്ന് ഈ പറഞ്ഞ യാഗത്തിന് എല്ലാ സംഭവം വിളിച്ച് കൂട്ടി വരുന്നവരെ യഹോവയിൽ നിന്ന് പിന്നെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ. അപ്പോൾ ഈ ദൈവം ഒരു ഇൻസ്ട്രക്ഷൻ തന്നു, ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഹല്ലേലൂയ.
ഇനി സപ്പോസ് ഇങ്ങനെ ആലോചിക്കുക, ശൗമേൽ അപ്പം വെറും ബ്ലാങ്ക് ആയിട്ടായിരിക്കണം പോണം. അതായത് ഒരു ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. ഇപ്പം ശൗമേലിന് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ ശൗമേലിന് അതായത് ദൈവം എന്നോട് ഇത്രയും കാര്യം പറഞ്ഞു, അതിനുശേഷം ബാക്കി ഞാൻ സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൗമ്യന് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഒരാളെ അഭിഷേകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കും, അങ്ങനെ ഒരു സംഭവം നമുക്കത് അതിനകത്തോട്ട് വരാം, അതിനകത്തോട്ട് വളരെ കറക്റ്റായിട്ട് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ഈ ശൗമേല് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പും ചെയ്തു. ഹല്ലേലൂയ. ചെന്നിട്ട് നമുക്ക് 6 വാക്യം നോക്കിയേ. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, തലേദിവസം വരെ വളരെ വ്യക്തമായി യഹോവ ശൗമേലിനോട് സംസാരിക്കുകയും ശൗമേൽ യഹോവയോട് സംസാരിക്കുകയും വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ശൗമേൽ പ്രവാചകന് 6 വാക്യത്തിൽ തെറ്റുപറ്റി. അതായത് അവന്റെ മാനുഷികത വന്നു. അവനെ കണ്ടപ്പോൾ അവന്റെ അതായത് മാനുഷികമായ അവന്റെ ആശയം അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ ഇത് ഉറപ്പിക്കുകയും, അതായത് പുള്ളി മനസ്സിലല്ല പറഞ്ഞു, ആക്ച്വലി പറഞ്ഞു, ഡിക്ലെയർ ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചേ? ഉടനെ യഹോവ ശൗമേലിനോട് അല്ല, അതുവരെ മിണ്ടാതിരുന്ന യഹോവ ആ മൊമെന്റിൽ കയറി ഇടപെട്ടു. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, യഹോവ ശൗമേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കുക. അപ്പം കമ്മ്യൂണിക്കേഷൻ അവിടെ വന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, തലേദിവസം വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടന്നു, ഒരു വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തു, സൊല്യൂഷൻ കൊടുത്തു, ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരാളെ കണ്ടപ്പോൾ ശൗമേൽ അങ്ങ് ഉറപ്പിച്ചു. ശൗമേലിന് തെറ്റുപറ്റി. അവിടെ ശൗമേൽ പ്രവാചകന് തെറ്റുപറ്റാമെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എങ്ങനെയാണ്? തെറ്റുപറ്റാലോ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയണം. എന്നിട്ട് യഹോവയുടെ ആത്മാവ് പെട്ടെന്ന് യഹോവ അവിടെ നിന്ന് പറയാണ്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. പിന്നെയും അവിടെ പരിശുദ്ധാത്മാവ് പ്രത്യേക രീതിയിൽ ഇടപെട്ടു. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രത്യേക രീതിയിൽ ഇടപെടും. അതായത് പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് കയറി ഇടപെടും. ഹല്ലേലൂയ. അതേസമയം തെറ്റും പറ്റാം. പരിശുദ്ധാത്മാവോട് ചോദിക്കാതെ, യഹോവയോട് ചോദിക്കാതെ, ദൈവത്തോട് ചോദിക്കാതെ, സ്വന്തം ഐഡിയ പ്രകാരം, അല്ലെങ്കിൽ നമ്മൾ അതുവരെ പഠിച്ചു വെച്ച നമ്മുടെ കാഴ്ചയിൽ, അസസ്മെന്റിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ബാഹ്യമായ കാര്യങ്ങളിൽ ഒക്കെ നോക്കിയിട്ട് മനുഷ്യന്, ശൗമേൽ എന്ന മനുഷ്യന് അവന്റെ മനുഷ്യാത്മാവുണ്ട്, അവന്റെ മനുഷ്യമായ മനസ്സുണ്ട്, അവന്റെ ബ്രെയിനുണ്ട്, എല്ലാ നിരൂപണ സിസ്റ്റം ഉണ്ട്. അത് വെച്ച് പുള്ളി ഒരു പ്രസ്താവന പറഞ്ഞു. പക്ഷെ ഉടനെ പരിശുദ്ധാത്മാവ്, ഉടനെ ദൈവം അവിടെ ഇടപെട്ടു. ഇതല്ല, അവന്റെ മുഖമോ പൊക്കുമോ നോക്കരുത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ ഒരു ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു പ്രസൻസിൽ അത് നടക്കണേ. അല്ലല്ലോ. ഇനി ഞാനത് കുറച്ചുകൂടെ പ്രൂവ് ചെയ്ത അതിനുവേണ്ടി സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 20 മുതൽ 23 വരെ വായിക്കാം. പെട്ടെന്ന് വായിച്ചാൽ. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു, വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കൽ നിന്ന് വിളിക്കുന്നു, നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്. ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. മതി. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു. അതായത് ജ്ഞാനം എന്ന ഒരു സംഭവം വീതിയിൽ ഘോഷിക്കുന്നു. ഇംഗ്ലീഷിൽ വിസ്ഡം ഷൗട്ട് ഇൻ ദ സ്ട്രീറ്റ്, ഷീ ലിഫ്റ്റ്സ് ഹെർ വോയിസ് ഇൻ ദ സ്ക്വയർ, അറ്റ് ദ ഹെഡ് ഓഫ് ദ നോയ്സി സ്ട്രീറ്റ് ഷീ ക്രൈസ് ഔട്ട്, at the entrance of the gate in the city she utters her saying. അതായത് ജ്ഞാനം എന്ന ഒരു സാധനം ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഇവിടെ ജ്ഞാനം നമ്മളുടെ വഴിയിൽ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ജ്ഞാനം ഉണ്ട്. ജ്ഞാനത്തിന് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അത് ശരിക്കും നമ്മൾ ഹീബ്രുവിലൊക്കെ ഞാൻ അത് ചെക്ക് ചെയ്താൽ പല പ്രാവശ്യം, ഞാൻ പല പ്രാവശ്യം ദൈവനോട് ഇടപെട്ട വചനമാണ്. സ്ക്വയറിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേക ജംഗ്ഷനിൽ വരുമ്പോൾ,
നാലും കൂടിയ ജംഗ്ഷനിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കും, ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്ന് പറയുമ്പോൾ, അവിടെയും കറക്റ്റ് ഇതാകുന്ന വഴി, ഇതിലേ നടന്നുകൊള്ളുക എന്ന് പറയാൻ പാകത്തിന് ഒരു സിസ്റ്റം ജ്ഞാനത്തിനുണ്ട്, പരിശുദ്ധാത്മാവിനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതായത് നമ്മുടെ യാത്രയിൽ നമ്മളെ മുന്നോട്ട് നടത്താനുള്ള ജ്ഞാനമുണ്ട്. ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ജ്ഞാനമുണ്ട്. ഇനി ജ്ഞാനം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു ഭയങ്കര ബുദ്ധിഹീനരെന്നാണ് എഴുതിയേക്കണം. അതായത് ഈ ദൈവത്തിന്റെ ഈ സിസ്റ്റം ഉപയോഗിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവരെ ബുദ്ധിഹീനരും, അത് ഭയങ്കര പ്രശ്നമായിട്ടാണ് അടുത്ത വാക്യങ്ങൾ എഴുതിയേക്കണേ. ഇനി ശ്രദ്ധിച്ചോ, 23-ാം വാക്യത്തിൽ എന്താ എഴുതിയേക്കണേ? ടേൺ ടു മൈ റിപ്രൂഫ്, എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. അത് കഴിഞ്ഞ് അടുത്ത എന്താ എഴുതിയേക്കണം നോക്കിയേ? ഞാൻ എൻ്റെ മനസ്സ് പൊഴിച്ചു തരും എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കണം. ആക്ച്വലി അങ്ങനെയല്ല. ബിഹോൾഡ് ഐ വിൽ pour out my ruha or pour out my spirit on you. അപ്പോ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇത് ഈ ബൈബിളിക്കൽ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് അത് പുറമെ ഇങ്ങനെ മനസ്സിലാവാൻ പാകത്തിനല്ല എഴുതി വെച്ചു. പരിശുദ്ധാത്മാവിനെ എഴുതൂല. അത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു സിസ്റ്റത്തിലാണ് എഴുതുള്ളൂ. ദൈവം ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് പൊഴിച്ചു തരും. ആത്മാവ് വന്നാൽ മാത്രമേ, ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം, ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആ ദൈവം അങ്ങോട്ട് ഓൾ ഓഫ് എ സഡൻ നമ്മളിൽ ചെന്നാൽ മാത്രമേ, എത്തിയാൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ആ ജ്ഞാനം മനസ്സിലാവുള്ളൂ. ഇത് ജ്ഞാനമാണെങ്കിലും വിവേകമാണെങ്കിലും പരിജ്ഞാനമാണെങ്കിലും ഹല്ലേലൂയ. നമുക്കൊരു ഡിസിഷൻ എടുക്കണോ, അത് നമ്മളിങ്ങനെ ആലോചിക്കൊന്നും വേണ്ട. ഹോളി സ്പിരിറ്റ് ഗീവ് മീ യുവർ സ്പിരിറ്റ് ഓഫ് വിസ്ഡം. ഞാൻ എന്തെടുക്കണമെന്ന് ശൗമേലിനോട് ഓൾ ഓഫ് എ സഡൻ കയറി ഇടപെട്ടതുപോലെ പ്രിയ ദൈവമക്കളെ, അതല്ലാതെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ തികഞ്ഞ് ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്ന ഒക്കെ നമ്മുടെ ഐഡിയ ആണ്. അതൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവാണോ? ഹല്ലേലൂയ, ഒറ്റയടിക്ക് ഹല്ലേലൂയ, പരിശുദ്ധ എവിടുന്നോ ആ മൊമെന്റിൽ ഒരു ആശയം വരും, പരിശുദ്ധാത്മാവ് വരും, നമുക്ക് അറിയാനും പറ്റും. ഹല്ലേലൂയ. കാരണം ശൗമേലിന്റെ കാര്യത്തിൽ അതല്ലേ നടന്നേ. ശൗമേലിന്റെ ഐഡിയ പ്രകാരം അവനെ കണ്ടപ്പോ ഇവൻ തന്നെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ ഉറപ്പിച്ച ഒരവസ്ഥയിൽ നിന്നാണ് ഈ പറഞ്ഞ പെട്ടെന്ന് ഹല്ലേലൂയ ഈ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ വന്ന്. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ദൈവം ഒരു ആത്മാവിനെ ആയിട്ടാണ് തന്നേക്കണേ. ഇത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കപ്പാസിറ്റിയോ നമ്മുടെ റീസണിങ് കപ്പാസിറ്റിയോ ഹല്ലേലൂയ അതുപോലത്തെ നമ്മുടെ ബുദ്ധിപരം ഇന്റലക്ച്വൽ കപ്പാസിറ്റിയോ ആ സാധനങ്ങളൊന്നും അല്ല. ഇറ്റ് ഈസ് സംതിങ് ഫ്രം ഹെവൻ. ഓൾ ഓഫ് എ സഡൻ ഇറ്റ് വിൽ കം. നമുക്കത് വേണം. കാരണം വേണമെന്ന് എഴുതാൻ പറയണേ. അതിനകത്ത് ഈ സദൃശവാക്യം 1-ാം അധ്യായത്തിൽ അതിന് ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെ എഴുതിയേക്കണേ: എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഏറ്റവും സേഫായിട്ട് ഹല്ലേലൂയ ഈവിളിന് തൊടാൻ പറ്റാതെ മുന്നോട്ട് പോകണമോ? ഹല്ലേലൂയ. നമ്മൾക്ക് ആ സ്പിരിറ്റ് കിട്ടിയേ പറ്റുള്ളൂ. ദൈവത്തിൽ നിന്ന് ആത്മാവ് കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആര് ദൈവത്തോട് ദൈവമേ എനിക്ക് ഈ ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം, ദൈവമേ നിന്റെ വചനം പറയുന്നു ഞാൻ നടക്കേണ്ടുന്ന വഴി നീ കാണിച്ചു തരും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കിക്കോ, ഇറ്റ് ഈസ് എ സ്പിരിറ്റ്. പരിശുദ്ധാത്മ, അതായത് ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ്. ഇത് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഒന്നുമല്ല, ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റാ. ഒരു മൊമെന്റിൽ വേണ്ടി ശലോമോൻ ഒറ്റ ഒരു സ്വപ്നത്തിൽ അത് കിട്ടിയേ. അതേപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രിയ ദൈവമക്കൾ ഇത് ആദ്യം മനസ്സിലാക്കുക. ദിസ് ഈസ് എ സിസ്റ്റം. വി നീഡ് ദാറ്റ് സ്പിരിറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് സ്വൈര്യഭയം അല്ലെങ്കിൽ ആ സ്വൈര്യമായിട്ട് നമുക്ക് നിർഭയം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യഥാർത്ഥമായ അവൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ആ ആത്മാവിനെ വേണം, ആ ജ്ഞാനത്തിന്റെ ആ ആത്മാവിനെ വേണം, ദൈവം തരുന്ന ആത്മാവിനെ വേണം. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും ഇത് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം എന്നോട് ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇതായിരിക്കും. അവൻ്റെ മനസ്സിൽ ആ മനസ്സിൽ ചുമ്മാ ഇപ്പോൾ എക്സസൈസ് ചെയ്ത് അത് സോട്ട് അനാലിസിസ് നടത്തി, അത് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് ഞങ്ങൾ മാനേജ്മെന്റിലും
ഈ പറഞ്ഞ പല സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലൊക്കെ പല പല സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതിനെയൊക്കെ സൂപ്പർസീഡ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ഓൾ ഓഫ് എ സഡൻ ഹല്ലേലൂയ ഒരു ആത്മാവ് വന്നിട്ട് ഹല്ലേലൂയ യെസ് യു ജസ്റ്റ് ഡു ദിസ് വൺ എന്ന് പറയുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, ഇറ്റ് വിൽ ഹല്ലേലൂയ അത് എല്ലാ മാനുഷിക സിസ്റ്റത്തെയും ബൈപ്പാസ് ചെയ്ത് വലിയൊരു ഹല്ലേലൂയ ഒരു സൊല്യൂഷനും ആയിരിക്കും. നമ്മൾ മാനുഷികമായി ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചതാണ്. മാനുഷികമായി നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചാലും കിട്ടാത്തതിൻ്റെ ഒത്തിരി ഒത്തിരി അപ്പുറം ഒത്തിരി ലെവൽ ഉയർന്ന ഒരു ആശയമായിരിക്കും ദൈവം തരുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ ആശയം വേണം. നമുക്ക് ഈ ആത്മാവിനെ വേണം. ഇത് ചോദിച്ച് മേടിക്കണം. ഇത് ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് ആണ്. ഓൾ ഓഫ് എ സഡൻ നമുക്കത് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കുക. യെസ്, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കട്ടെ. യെസ് ആമേൻ. നമ്മൾ ഈ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കട്ടെ. യേശു